ഹായ് ഫ്രണ്ട്സ്, റബ്ബർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളുകളായല്ലോ അല്ലേ. ഞങ്ങൾ റബ്ബർ ടാപ്പിംഗ് നിർത്തി വെച്ചേക്കാണ്. 2 മാസത്തോളമായി നിർത്തിയിട്ട്. കാരണം ഞങ്ങളുടെ ടാപ്പർക്ക് സുഖമില്ലാതെയായി. പുള്ളിക്ക് ഷോൾഡർ പെയിനുമൊക്കെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണത് കൊണ്ട് ഇപ്പോൾ ടാപ്പിംഗ് ഒന്നുമില്ല. ഞങ്ങൾ പകരം വേറൊരാളെ അന്വേഷിച്ചു, പക്ഷേ കിട്ടാനില്ല. ഞങ്ങളുടെ നാട്ടിൽ റബ്ബർ കൃഷി തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ പണികൾ ചെയ്യാനായിട്ടും ആൾക്കാരില്ല. ടാപ്പിംഗ് മാത്രം ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ അതിന് പോലും ആളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നവംബർ ആദ്യത്തിൽ ടാപ്പിങ്ങൊക്കെ നിർത്തിയേക്കണതാണ്. ഇപ്പോൾ ഡിസംബർ മാസം കംപ്ലീറ്റ് തീർന്നു. ഇനിയിപ്പോൾ ഇലയൊക്കെ കൊഴിയണ ഒരു സമയം കൂടെ ആയല്ലോ. 2 ആഴ്ചയായി ഞങ്ങളൊരു ടാപ്പറെ അന്വേഷിക്കണു. ഇതൊക്കെ ഞങ്ങൾക്ക് ടാപ്പിങ്ങൊക്കെ ചെയ്തു തന്നിട്ടുള്ളവരോട് പലരോടും അന്വേഷിച്ചു. അപ്പോൾ അവരൊന്നും ഇപ്പോൾ ആ പണി ചെയ്യണില്ല, വേറെ പണിക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളിനി സ്വന്തമായിട്ട് തന്നെ ടാപ്പിങ്ങും കൂടെ ചെയ്യാം എന്നാണ് തീരുമാനിച്ചേക്കണത്. 200 മരം ഉണ്ട്, പക്ഷേ അതിൽ നല്ലോണം പാൽ ഒക്കെ കിട്ടി ടാപ്പിംഗ് ചെയ്യണം മരങ്ങളെന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, 200 ഇല്ല. ഒരു 170 മരത്തിൻ്റെ അടുത്ത് ടാപ്പിങ്ങിനായിട്ട് എടുക്കണുള്ളൂ. ബാക്കി ചിലതൊക്കെ വണ്ണം കുറവും അങ്ങനെയൊക്കെ ആയിട്ട് വെട്ടണില്ല. വെട്ടാത്ത ഇപ്പോൾ 12-13 വർഷമൊക്കെ ആയിട്ടുണ്ട് റബ്ബർ മരങ്ങളുടെ പ്രായം. പക്ഷേ വണ്ണമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ചില മരങ്ങൾ ഇപ്പോഴും ടാപ്പിങ്ങിനൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പാലൊക്കെ കുറവുള്ള കുറച്ച് മരങ്ങളുമുണ്ട്. അപ്പം ബാക്കി ഒരു 170 മരം ആണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഇനി ഈ ഷെയ്ഡൊക്കെ ഒന്ന് വലിച്ച് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയൊന്നും ഉണ്ടാവില്ലല്ലോ. മെയിൻ ഗാർഡ് ഇടുന്ന സമയത്ത് മിഡി പ്ലാസ്റ്റിക്കൊക്കെ ഇടുമ്പോൾ 2 വർഷത്തേക്ക് കണക്കാക്കി ഇടണം. മിഡി പ്ലാസ്റ്റിക് ഫിറ്റ് ചെയ്യണം എന്നാണ് ചിലർ കമൻറ്റിലൂടെ പറഞ്ഞതാണ് ഒരു കാര്യം. പക്ഷെ ഞങ്ങൾ അത് കണക്കാക്കി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണത്. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇട്ടതാണ് ഇത് കേട്ടോ. ഇതൊക്കെ അന്ന് വലിച്ച് കളഞ്ഞില്ല. നല്ല ഒറ്റെണ്ണം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ഷെയ്ഡൊക്കെ എടുക്കുന്ന സമയത്ത് ഇനി അതും കൂടെ പറിച്ചെടുക്കണം. മിഡി പ്ലാസ്റ്റിക് എല്ലാം മഴയൊക്കെ പെയ്തും വെയിലും കൊണ്ടുമൊക്കെ ആയിട്ട് അത് ഇങ്ങനെ പൊട്ടിയിരിക്കും. അന്നേരത്ത് പിന്നെ നമ്മൾ അടുത്ത ഒരു സീസണിലേക്ക് കണക്കാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കേടായി പൊട്ടി മുറിഞ്ഞൊക്കെ പോവുള്ളൂ. നമുക്ക് ഇരട്ടി പാടാണ് വരുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനത്തെ അബദ്ധങ്ങളാരും ചെയ്യരുത് കേട്ടോ. ഓരോ പ്രാവശ്യത്തിലും ഇടുന്ന റെയിൻ ഗാർഡ് മാറ്റണ സമയത്ത് തന്നെ മിഡി പ്ലാസ്റ്റിക്കും ഇതൊക്കെ എടുത്തങ്ങ് മാറ്റിയേക്കാം. അതായിരിക്കും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഡ് മാത്രമേ എടുത്ത് മാറ്റിയുള്ളൂ, ഈ മിഡി പ്ലാസ്റ്റിക്കൊന്നും എടുത്തില്ല. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടിപ്പോകും. റബ്ബർ കർഷകരും ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് വേറെ പച്ചക്കറി കൃഷി, വാഴ, കപ്പ അങ്ങനെയൊക്കെയുള്ള എല്ലാ കൃഷികളൊക്കെയാണ് ഇപ്പോൾ പലരും ചെയ്യണത്. ഒന്ന് റബ്ബറിനും വിലയില്ല, അതുമാത്രമല്ല ഇതിൻ്റെ പണികൾക്ക് ആളെ കിട്ടണില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ റബ്ബർ കൃഷി ഇപ്പോൾ പലരും നിർത്തിയേക്കണതിൻ്റെ കാര്യം. ഒരു ടാപ്പർ അന്വേഷിക്കണുണ്ട്. കിട്ടുകയാണെങ്കിൽ ആളെ കൊണ്ട് തന്നെ ടാപ്പിംഗ് ചെയ്യിപ്പിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണിപ്പോൾ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് റെയിൻ ഗാർഡൊക്കെ എടുത്ത് മാറ്റട്ടെ. റെയിൻ ഗാർഡും പ്ലാസ്റ്റിക്കും എടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് പണിയുണ്ട്, നിറച്ച് കരിയുറുമ്പും ഒക്കെ കയറിയിരിക്കുകയാണ്. റെയിൻ ഗാർഡ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. റെയിൻ ഗാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലുള്ളതാണ്. റബ്ബർ വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കണ്ടോളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.